ആറ്റത്തിന്റെ മാസ്സാണ് എന്ത്? അറ്റോമിക് മാസ്. അതൊരു ജസ്റ്റ് ഒരു വെയിങ് മെഷീനിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് എത്രയാണോ വെയിറ്റ് കാണിക്കുന്നത്, എത്രയാണോ അതിന്റെ മാസ്, അതാണ് എന്ത്? ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് അറ്റോമിക് മാസ് എന്താണെന്നാണ്. അത് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫൈൻഡ് ദി ആവറേജ് അറ്റോമിക് മാസ് ഓഫ്, നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, എലമെന്റ് തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? കാൽക്കുലേറ്റേഴ്സ് വേണം. അല്ലെങ്കിൽ അത്രയ്ക്കും എഫിഷ്യൻ്റ് ആയിരിക്കണം മാത്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. ഓക്കെ, സോ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when we take into account the existence of these isotopes and the relative abundance, the average atomic mass of that element can be computed. അപ്പോൾ ഒരു എലമെന്റിന്റെ ആവറേജ് അറ്റോമിക് മാസ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ആ എലമെന്റിന്റെ എല്ലാ ഐസോടോപ്പുകളും അതിന്റെ നാച്ചുറൽ അബണ്ടൻസ് എത്രയുണ്ടോ, ദാറ്റ് മീൻസ് റിലേറ്റീവ് നാച്ചുറൽ അബണ്ടൻസ് എത്രയുണ്ടോ പ്ലസ് അതിന്റെ അറ്റോമിക് മാസ് പറഞ്ഞാലാണ് എന്ത്? നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഐസോടോപ്പ് തന്നിട്ടുണ്ടായിരിക്കും, അതിന്റെ റിലേറ്റീവ് നാച്ചുറൽ അബണ്ടൻസ് പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, പ്ലസ് അതിന്റെ അറ്റോമിക് മാസ് ഇൻ AMU നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ആവറേജ് അറ്റോമിക് മാസ്. Average atomic mass. ഓക്കെ, അതായത് ഓരോ ഐസോടോപ്പിനും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ കാർബൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കാർബണിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. സോ കാർബണിന്റെ 3 ഐസോടോപ്സ് ഉണ്ട് അല്ലെ? C12, C13 ആൻഡ് C14. അവരുടെ നാച്ചുറൽ അബണ്ടൻസ് ഇൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലസ് അതിന്റെ അറ്റോമിക് മാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഐസോടോപ്പിനും സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഐസോടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് ദാറ്റ് ഇസ് 98.892 ആണ്. ഈ എല്ലാ നമ്പേഴ്സിനും എല്ലാം പെർസെൻറ്റേജിലാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? സോ എല്ലാ നമ്പേഴ്സിനും എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ഐദർ ക്വസ്റ്റനിൽ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി അത് എന്ത് ചെയ്യാം? കണ്ടുപിടിച്ചതിന് ശേഷം ക്വസ്റ്റനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ അപ്പം ഇതാണ് ഫസ്റ്റ് C12 ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സോ അവിടെ 0.9892 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് C12 ദാറ്റ് ഈസ് 12 യൂണിറ്റ്. അതൊരു സെക്ഷൻ പ്ലസ് അടുത്ത ഐസോടോപ്പ് എടുക്കാം. സോ 0.01108 ഇൻറ്റു 13.00335 അത് C13ന്റെ പാർട്ട്. ആൻഡ് ദെൻ C14 അതുപോലെ തന്നെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക, മൂന്നും കൂടെ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്ത് ആഡ് ചെയ്യുക. ആൻഡ് വി വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ ആസ് 12.011 യൂണിറ്റ്. എന്താ വരുന്നത്? സ്മോൾ ലെറ്റർ U, ദാറ്റ് ഇസ് യൂണിറ്റ്. ഓക്കെ, 12.011 അതാണ് എന്ത്? ആവറേജ് അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ക്ലോറിൻ ചോദിക്കാം, അതുപോലെ ഹൈഡ്രജൻ ചോദിക്കാം, അയോഡിൻ ചോദിക്കാം. ഏതാണെങ്കിലും ഈ 2 പാർട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് അത് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. സോ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? കാൽക്കുലേറ്റേഴ്സ് വേണം. ആൻഡ് കാൽക്കുലേറ്റേഴ്സ് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാൻ വേണം. ഓക്കെ, സോ അതാണ് എന്ത്? ദാറ്റ്സ് ഓൾ അബൌട്ട് ആവറേജ് അറ്റോമിക് മാസ്. ആൻഡ് നെക്സ്റ്റ് ആണ് മോളിക്കുലാർ മാസ്. ആറ്റത്തിന്റെ മാസാണ് അറ്റോമിക് മാസ്. അതുപോലെ നമുക്കറിയാം 2 അതിലധികം ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത്? ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. സോ അതിലെ സം ഓഫ് ദി അറ്റോമിക് മാസസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന മോളിക്യൂളിന്റെ മാസാണ് എന്ത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അതൊരു മോളിക്യൂൾ എന്തുണ്ടാവും? 2 അതിലധികമോ ആറ്റംസ് ഉണ്ടായിരിക്കും. സോ ഓരോ ആറ്റത്തിന്റെയും മാസ് സമ്മപ്പ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വെയിറ്റ് അല്ലെങ്കിൽ ആ മാസിനെയാണ് എന്ത് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ദാറ്റ് ഈസ് മോൾ കോൺസെപ്റ്റ്. അപ്പോൾ മോൾ കോൺസെപ്റ്റിന്റെ ബേസിസ് നിങ്ങൾ ലോവർ ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്നത് 9th-ലും 10th-ലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. എന്താണ് മോൾ എന്നുള്ളത് അല്ലേ? അപ്പോൾ അതെന്താണ്? അതായത് 1 മോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അവോകാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം, ഇപ്പം ഞാൻ പറയാണ് ഐ ഹാവ് എ പെയർ ഓഫ് ഐസ്. എനിക്കൊരു പെയർ ഐസ് ഉണ്ട്. ദാറ്റ് മീൻസ് എന്താ? ഒരു പെയറിൽ 2 എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? 1 പെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് 2. അത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയാണ് എൻ്റെ വീട്ടിൽ 1 ഡസൻ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? എൻ്റെ വീട്ടിൽ 12 അല്ലേ? 1 ഡസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് 12 ആണ്.
അതുപോലെ തന്നെയാണ് 1 മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് എന്താണ് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ്. അത് ഫിക്സ്ഡ് ആണ്. അതാണ് മോൾ എന്ന് പറയുന്നത്. അതാണ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മോളിൽ എന്തുണ്ടായിരിക്കും? അവോക്കാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് NA. നമ്മൾ ഈ ചെറിയ ഷോർട്ട് ഫോം നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് അല്ലേ? ഈ ഒരു നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? ക്യാപിറ്റൽ ലെറ്റർ N സബ്സ്ക്രിപ്റ്റ് A എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അവോക്കാഡോ നമ്പർ. സോ 1 മോൾ ഇസ് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ്. അതാണ് എന്ത്? 1 മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജസ്റ്റ് 1 മോളിനെ ഒറ്റയടിക്ക് പറയുവാണെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി. ദാറ്റ് മീൻസ് ഒരു മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എന്താണ്? അവോക്കാഡോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ അവോക്കാഡോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ 22.4 ലിറ്റേഴ്സ് അറ്റ് STP. അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിന്റെ കേസിലാണെങ്കിൽ ഒരു മോൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? 22.4 ലിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് 1 മോളിന്റെ വോളിയമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 1 മോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് 1 ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ 1 ഗ്രാം അറ്റോമിക് മാസ്. സോ ഈ ഒരു സർക്കിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്? That means it contains Avogadro number of atoms അല്ലെങ്കിൽ Avogadro number of molecules. All total it contains Avogadro number of particles, that is 6.022 into 10⁻23. And then and the volume വരുമ്പോൾ that is 22.4 liters at STP, and then 1 gram molecular mass and 1 gram atomic mass. ഇതെല്ലാമാണ് എന്ത്? ഒരു മോൾ എന്ന് പറയുന്നത്. This is a mole concept. ഇനി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു 3 സ്റ്റെപ്പിൽ പറയാം. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള 3 സ്റ്റെപ്സ് ആണ്. ഇൻ കേസ് സ്റ്റെപ്പ് 1, അതായത് നമുക്ക് തന്നിരിക്കുന്നത് വെയിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് വെയിറ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അമോണിയയുടെ കേസിൽ തന്നിരിക്കും. യു ആർ ഗിവൺ ആസ് 34 gram ഓഫ് അമോണിയ. നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 34 gram ഓഫ് അമോണിയയിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? W, that means weight in grams. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രാം, ഗിവൺ മാസ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ ഡിവൈഡഡ് ബൈ GAM or GNM. മോളിക്കുലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ് എടുക്കാം, ആറ്റം ആണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എടുക്കാം. ഇവിടെ അമോണിയ ആണ് അല്ലെ, NH3 ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഗ്രാം മോളിക്കുലർ മാസ് ആണ് എടുക്കേണ്ടത്. സോ അമോണിയയുടെ ഗ്രാം മോളിക്കുലർ മാസ് എത്രയാണ്? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു അല്ലേ? 14 പ്ലസ് 3 into 1, that is 17 അല്ലേ? സോ ഈ കേസിൽ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് N is equal to എന്ത് വരും? മാസ് ഇൻ ഗ്രാം അല്ലെങ്കിൽ ഗിവൺ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 34 gram ആണ് അല്ലേ? സോ 34 divided by 17, that is 2 mol. MOL എന്നും എഴുതാം അല്ലെങ്കിൽ MOLE എന്നും എഴുതാം. രണ്ടും എന്താണ്? മോളിന്റെ യൂണിറ്റ് തന്നെയാണ്. ബട്ട് എന്തെങ്കിലും എഴുതിയിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒന്നുകിൽ മോൾ എഴുതണം, അതല്ലെങ്കിൽ MOLE മോൾ എഴുതണം. ഓക്കെ, ഇത് രണ്ടിലും എഴുതിയിരിക്കണം യൂണിറ്റ് ആയിട്ട്. ഓക്കെ, സോ വെയിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ദിസ് വൺ, ഗിവൺ മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗ്രാം മോളിക്കുലർ മാസ്. ഇൻ കേസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അയോൺസ് ആണെങ്കിൽ, ഇതിലേതെങ്കിലുമാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാണുന്നത്? ജസ്റ്റ് ഡിവൈഡഡ് വിത്ത് ബൈ അവോക്കാഡോ നമ്പർ. ഓക്കെ, അതായത് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ആ വാല്യൂവിന് എന്ത് ചെയ്യാം? 6.022 ഇൻറ്റു 10⁻23 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓൾമോസ്റ്റ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്, ന്യൂമറിക്കൽസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ. ദെൻ ഇഫ് വോളിയം അറ്റ് STP is given, സ്റ്റെപ്പ് 3 പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വോളിയം ആണെങ്കിൽ, ഇഫ് യു ആർ പ്രൊവൈഡഡ് വിത്ത് വോളിയം, അതിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വോളിയം സപ്പോസ് 44.8 liters ഓഫ് N2 ആണെന്ന് വിചാരിക്കും. 42.8 liters of N2 at STP. അതിൻ്റെയാണ് നിങ്ങൾക്ക് എന്ത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, ഗിവൺ വോളിയം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഗിവൺ വോളിയം എത്രയാണ്? 44.8 liters ആണ്. സോ എന്ത് വരും?
44.8 liters divided by 22.4 liters. That is 2 mole എന്ന് ആൻസർ വരും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് നമ്പർ ഓഫ് മോൾസ് കാണുന്ന 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 എന്താണ്? ഇഫ് യു ആർ ഗിവൺ വിത്ത് ദി വെയിറ്റ്, അതായത് ആ തന്നിരിക്കുന്നതിന്റെ മാസ്, അതായത് ഇത്ര ഗ്രാമിനകത്ത് ഇത്ര മോൾസ് ഉണ്ട്, അങ്ങനെ വെയിറ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. അതല്ല നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് അയോൺസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. ഇൻ കേസ് വോളിയം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അറ്റ് STP എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ദിസ് ഇക്വേഷൻ ഈസ് ഓൺലി വാലിഡ് ഫോർ ദി ഗ്യാസസ് അറ്റ് STP. ഓക്കെ, STP-ലാണ് വോളിയം തന്നിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡിവൈഡഡ് വിത്ത് ബൈ 22.4. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് മോൾ കോൺസെപ്റ്റിൽ നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ടോപ്പിക് ആണ്, ദാറ്റ് ഇസ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, യെസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പാക്കറ്റ് മിക്സ്ചർ എടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ഉണ്ടല്ലോ, ആ മിക്സ്ചറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? അതിൽ നല്ല വറുത്ത കപ്പലണ്ടിയാണ്. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ മിക്സ്ചറിൽ എത്രത്തോളം ആ വറുത്ത കപ്പലണ്ടി ഉണ്ട് അതിൻ്റെ പെർസെൻറ്റേജിനാണ് നമ്മൾ എന്ത് പറയുക? പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അത് ആ മിക്സ്ചറിലെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് എത്തി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് നമ്മൾ കോമ്പൗണ്ടിൻ്റെ കേസ് പറയുമ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഈസ് മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട്. അതായത് കോമ്പൗണ്ടിലെ ഏത് എലമെന്റിന്റെ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ ദ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻടു 100. അതാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടോട്ടൽ കോമ്പൗണ്ടിന്റെ വെയിറ്റ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് ഏതിന്റെ പെർസെൻറ്റേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനെന്ത് ചെയ്യുക? ടോട്ടൽ മോളാർ മാസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 100 ടു ഗെറ്റ് പെർസെൻറ്റേജ്. നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണല്ലോ, സോ ഓൾവേസ് മൾട്ടിപ്ലൈ വിത്ത് 100. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കാം. വാട്ടർ. ഓക്കെ, വാട്ടറിന്റെ മോളിക്കുലർ മാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഇസ് 18 ആണ്. അപ്പോൾ അതിലെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനും കണ്ടുപിടിക്കണം, മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജനും കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ വാട്ടറിൽ എത്ര പെർസെൻറ്റേജ് ഓക്സിജൻ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഉണ്ട്, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട്. അതായത് കോമ്പൗണ്ടിൽ ആ എലമെന്റിന്റെ മാസ് എത്രയാണോ, അപ്പം ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ H2O ആണ് അല്ലേ? H2Oയിൽ ഹൈഡ്രജന്റെ മാസ് എത്രയാണ് വരുന്നത്? യെസ്, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് as 1 ആണ്. H2Oയിൽ എന്താണ്? 2 ഹൈഡ്രജൻസ് ഉണ്ട്. സോ 2 into 1 മാസ് 2 വരും. ആൻഡ് ഇൻ കേസ് ഓഫ് ഓക്സിജൻ it is 16 അല്ലേ? സോ ഇവിടെ കൊടുക്കുമ്പോൾ മാസ് ഓഫ് ദാറ്റ് എലമെന്റ്, അതായത് ഇവിടെ ഹൈഡ്രജൻ ആണ്. So 2 divided by molar mass of the compound, that is 18 into 100. And mass percentage of oxygen നോക്കുമ്പോൾ is mass of that element എന്ന് പറയുന്നത് it is 16 ആണ്. So 16 divided by 18 into 100. Okay, എത്ര വരും? Yes, ഇവിടെ എടുക്കുകയാണെങ്കിൽ almost around it will come as 11.11. അതാണ് mass percentage of hydrogen in water. And case of oxygen it will be 88.88. ഇങ്ങനെ പോട്ടോ. So 88.88, അതായത് ഓൾ ടോട്ടൽ ഒരു 89% എന്തായിരിക്കും? ഓക്സിജൻ ആയിരിക്കും. ആൻഡ് ഓൾമോസ്റ്റ് 11% എന്ത് വരും? ഇറ്റ് വിൽ ബി ഹൈഡ്രജൻ. സോ ഇങ്ങനെയാണ് എന്ത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ആയിട്ട് 2 മാർക്സിന് ഈ ഏരിയയിൽ നിന്നും എന്ത് വരാം? ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം, ദാറ്റ് ഇസ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. എന്താണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് എന്താണ് മോളിക്കുലർ ഫോർമുല നോക്കാം. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെന്റ് സിംപ്ലസ്റ്റ് ഫോൾ നമ്പർ റേഷ്യോ. അത് നമുക്കറിയാം, ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 2ഓ അതിലധികമോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത് അല്ലേ? ആ കോമ്പൗണ്ടിനെ ഏറ്റവും സിമ്പിൾ റേഷ്യോയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമോ അതിനെയാണ് എന്ത് പറയുന്നത്? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്ലൂക്കോസ് എടുക്കാന്ന് വിചാരിക്കും. ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത് ഇറ്റ് ഈസ്
C6H12O6 ആണ് അല്ലേ? ഈ സെയിം ഗ്ലൂക്കോസിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി CH2O എന്ന് വരും. അതായത് ഈ 6 ഇവരെ സിമ്പിൾ റേഷ്യോയിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് വിൽ ബി 1:2, 2:1. അതായത് എല്ലാത്തിനും 6 കൊണ്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. സോ 1:2, 2:1 എന്ന റേഷ്യോയിൽ വരുമ്പോൾ അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ത് വരും? CH2O എന്ന് വരും. സോ ക്ലിയർ ആയില്ലേ? എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് മനസ്സിലായില്ലേ? അതായത് സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോയില് ഒരു കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാണ്, എക്സ്പ്രസ് ചെയ്യാണ്. അതിനാണ് എന്ത് പറയുന്നത്? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ബട്ട് മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് ദി എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്. അതിവിടെ കണ്ട പോലെ ഇതൊരു മോളിക്കുലർ ഫോർമുലയാണ്. ഈ ഫോർമുല കണ്ടാൽ നമുക്ക് അറിയാം എന്ത്? യെസ്, ആ ഒരു കോമ്പൗണ്ടിൽ 6 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ 6 ഓക്സിജൻ ഉണ്ട്. ക്ലിയർ ആണ്? അതായത് ആ കോമ്പൗണ്ടിലെ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെന്റ് ആറ്റംസ് അവിടെ എന്ത് ചെയ്യും? നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അതാണ് മോളിക്കുലർ ഫോർമുല ആൻഡ് ദിസ് ഇസ് എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്. ക്ലിയർ അല്ലേ? സോ അത് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? A compound contain 4.07% of hydrogen. അതായത് എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് 24.27% of carbon and 71.67% of chlorine. And the molar mass is 98.96. What is its empirical and molecular formula? അപ്പോൾ 2 ഫോർമുലാസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തേക്കെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? ഹൈഡ്രജൻ, കാർബൺ ആൻഡ് ക്ലോറിൻ. ആൻഡ് ഒരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 4.07% ഓഫ് ഹൈഡ്രജൻ ആൻഡ് 24.27% ഓഫ് കാർബൺ ആൻഡ് 71.65% ഓഫ് ക്ലോറിൻ. ആൻഡ് നമ്മൾ അതിൻ്റെ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുകയാണ്. ജസ്റ്റ് എന്താ ചെയ്യുന്നത്? പെർസെൻറ്റേജിനെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു? അതിൻ്റെ മാസ് വെച്ച് ചെയ്തു, അറ്റോമിക് മാസ്. സോ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. സോ 4.07 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് 4.07 എന്ന് കിട്ടി. ആൻഡ് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് കാർബൺ ആൻഡ് ഇറ്റ് ഗെറ്റ്സ് 2.02. അതുപോലെ ക്ലോറിനെ ചെയ്ത് അപ്പോൾ നമുക്ക് 2.02 കിട്ടി. ഇനി അതിന് നമ്മൾ സിമ്പിൾ റേഷ്യോയിലേക്ക് മാറ്റാണ്. സിമ്പിൾ റേഷ്യോയിലായിരിക്കണമല്ലോ നമ്മുടെ എന്ത്? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. സോ സിമ്പിൾ റേഷ്യോയിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോമൺ ആയിട്ട് ഇതിൽ പോകുന്ന നമ്പർ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തു. സോ ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന നമ്പർ ഏതായിരുന്നു? 2.02 ആയിരുന്നു. സോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തു. അത് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിയിരിക്കുന്നതിന് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തപ്പോൾ we get 211. 2.02 ആയിട്ട് ഒരിക്കലും റേഷ്യോ നിൽക്കില്ലല്ലോ. സിമ്പിൾ വോൾ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ 02 നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് എന്തെടുത്തു? 2 എടുത്തു. സോ ഹൈഡ്രജന്റെ നമ്പർ സിമ്പിൾ റേഷ്യോ ഹൈഡ്രജൻ 2 ആയിരിക്കും, കാർബൺ 1, Cl 1. സോ അത് വെച്ച് നമ്മൾ എംപിരിക്കൽ ഫോർമുല എഴുതി, ദാറ്റ് ഈസ് CH2Cl. അതായത് ഒരു കാർബൺ, 2 ഹൈഡ്രജൻ, 1 ക്ലോറിൻ. അതെന്താണ്? എംപിരിക്കൽ ഫോർമുലയാണ്. അതായത് സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലേക്ക് അതിനെ എഴുതിയിരിക്കുകയാണ്. ഇനി നിങ്ങളോട് ചോദിച്ചത് എന്തായിരുന്നു? അതിന്റെ മോളിക്കുലർ ഫോർമുലയാണ്. അപ്പോൾ മോളിക്കുലർ ഫോർമുല കാണാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മോളിക്കുലർ ഫോർമുല കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? നമ്മുടെ എംപിരിക്കൽ ഫോർമുല എത്രയാണോ അത് ഇൻറ്റു n കണ്ടുപിടിക്കണം. സ്മോൾ ലെറ്റർ n കണ്ടുപിടിക്കണം. അത് നമ്പറാണ്. നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണ് എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആ n കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. ഓക്കെ, മോളാർ മാസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം അല്ലേ? സോ എംപിരിക്കൽ ഫോർമുല നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് അതിന്റെ മാസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? കാർബൺ നമുക്കറിയാം 12 ആണ്, ഹൈഡ്രജൻ അറ്റോമിക് മാസ് 2 ആണ്, ആൻഡ് ക്ലോറിൻ അറ്റോമിക് മാസ് 35.5 ആണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാ? അത് ആഡ് ചെയ്യാം. സോ കാർബൺ 1 ആണ്. സോ 12 പ്ലസ് 2 ഹൈഡ്രജൻ ഉണ്ട്. സോ 2 into 1 that is 2 plus 35.5 is equal to 49.5. So empirical formula mass നമുക്ക് കിട്ടി, that is 49.5. Then molecular formula equation, ഇതാണ് molecular formula equation, that is empirical formula into n. And ആ n കാണാനുള്ള equation ആണ്, that is molar mass divided by empirical formula mass.
മോളാർ മാസ് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 98.6. So that divided with the empirical formula mass, that is 49.5. So നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് ആൻസർ കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? empirical formula into 2 ചെയ്താൽ മതി. So CH2Cl whole divided into 2. So we get C2H4Cl2 as our molecular formula. So empirical formula എന്ത് വന്നു? CH2Cl നും molecular formula C2H4Cl2. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? സോ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനും പോസിബിൾ ആണ്. Okay, to find the empirical formula and molecular formula. Okay, so ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും?